ഇറാനെതിരായ സൈനിക നടപടികൾക്കായി അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ ബ്രിട്ടീഷ് വ്യോമസേനയുടെ ടൈഫൂൺ ഫൈറ്റർ ജെറ്റുകൾ സഹായിക്കാൻ തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സൈപ്രസിലെ അക്രോതിരിയിലുള്ള അതായത് ബ്രിട്ടീഷ് സൈനിക താവളത്തിൽ നിന്നായിരിക്കും ഈ വിമാനങ്ങൾ പ്രവർത്തിക്കുക. ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുക എന്നതാണ് ഈ യുദ്ധവിമാനങ്ങളുടെ പ്രാഥമികമായ ദൗത്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ അമേരിക്കയ്ക്ക് പിന്തുണ നൽകാനാണ് ബ്രിട്ടന്റെ ഈ നീക്കം. ഇതിനോടകം തന്നെ ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ചിടാൻ ബ്രിട്ടീഷ് വിമാനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ബ്രിട്ടൻ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്നും അതിന്റെ ഭാഗമായി സൈപ്രസിലെ തങ്ങളുടെ സൈനിക വിമാനങ്ങളെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണെന്നാണ് വാർത്ത. അതേസമയം തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ നടത്തിയ 12 ദിവസത്തെ ബോംബാക്രമണത്തിന്റെ അവസാന ഘട്ടത്തിൽ അമേരിക്കയും പങ്കുചേരുകയും ഇറാന്റെ ആണവ നിലയങ്ങൾക്കു നേരെ ബോംബെറിയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇരുവിഭാഗവും തമ്മിൽ നടത്തുന്ന ആദ്യ മുഖാമുഖ കൂടിക്കാഴ്ച ഇന്നലെ നടന്നിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തങ്ങൾ നിർത്തിവച്ചതായി ഇതിനിടെ ടെഹ്റാൻ അറിയിച്ചിരുന്നു. അന്ന് അമേരിക്കയുടെ ആക്രമണത്തോടുള്ള പ്രതികരണവുമായി ഖത്തറിലെ US താവളത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ടെഹ്റാനുമായും വാഷിംഗ്ടണുമായും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഖത്തർ. ഒമാനിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചെങ്കിലും ചർച്ചയിൽ എന്ത് പുരോഗതിയാണ് ഉണ്ടായതെന്ന് വ്യക്തമല്ല. മസ്കറ്റിൽ നടന്ന ചർച്ചകൾ പരോക്ഷമായിരുന്നുവെങ്കിലും അമേരിക്കൻ പ്രതിനിധി സംഘവുമായി കൈകൊടുക്കാൻ ഒരവസരം ലഭിച്ചു എന്ന് അരാങ്ചി പറഞ്ഞു. വെള്ളിയാഴ്ച നടന്ന ചർച്ചകൾ വളരെ നല്ലതായിരുന്നു എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അടുത്തയാഴ്ച മറ്റൊരു റൗണ്ട് ചർച്ചകൾ കൂടി നടത്തുമെന്ന് ഉറപ്പു നൽകി. എയർഫോഴ്സ് 1 വിമാനത്തിൽ വെച്ച് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു, ഇറാനെക്കുറിച്ച് ഞങ്ങൾ വളരെ നല്ല ചർച്ചകൾ നടത്തി. ഒരു കരാറിലെത്താൻ ഇറാൻ വളരെയധികം ആഗ്രഹിക്കുന്നുവെന്ന് തോന്നുന്നു. എങ്കിലും ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിമാനവാഹിനി കപ്പലായ USS അബ്രാഹം ലിങ്കണും മറ്റ് യുദ്ധക്കപ്പലുകളും അറബിക്കടലിൽ ഇറാന്റെ തീരത്തിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാനുമായി ഇപ്പോഴും വ്യാപാരത്തിലേർപ്പെടുന്ന രാജ്യങ്ങൾക്കുമേൽ താരിഫ് ഏർപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ട്രംപ് ഒപ്പുവച്ചിരുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ഷിപ്പിംഗ് സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കുമെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഇറാന്റെ വ്യാപാരത്തിന്റെ 1/4 ചൈനയുമായാണ്. 2024 ചൈനയിൽ നിന്ന് $18 ബില്യൺ ഇറക്കുമതിയും ചൈനയിലേക്ക് $14.5 ബില്യൺ കയറ്റുമതിയും ഇറാൻ നടത്തിയിട്ടുണ്ട്. വിമാനവാഹിനി കപ്പലായ USS അബ്രാഹം ലിങ്കണും മറ്റ് യുദ്ധക്കപ്പലുകളും അറബിക്കടലിൽ ഇറാന്റെ തീരത്തിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്.